നമസ്കാരം. പ്രധാന വാർത്തകൾ. പാലക്കാട് CPM വിമത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് മുൻ MLA PK ശശി. ജില്ലാ സെക്രട്ടറിക്കെതിരെ രൂക്ഷ വിമർശനം. കള്ള് കച്ചവടക്കാരൻ പാർട്ടിയെ നയിക്കുന്നെന്ന് ശശി. ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി CPM ജില്ലാ കമ്മിറ്റി. UDF അധികാരത്തിൽ വന്നാൽ പെരിന്തൽമണ്ണയിലെയും മങ്ങാടിപ്പുറത്തെയും ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ഒരാടപാലം മാനത്തുമംഗലം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുമെന്ന് നജീബ് കാന്തപുരം MLA. നവീകരണം മുടങ്ങിയ പുലാമന്തോൾ മേലാറ്റൂർ റോഡിന്റെ പ്രവൃത്തികൾ പുതിയ പദ്ധതി പ്രകാരം പൂർത്തിയാക്കുമെന്നും MLA. ഭവന നിർമ്മാണത്തിനും കാർഷിക മേഖലയ്ക്കും ഊന്നൽ നൽകി പുലിക്കല്ലൂർ പഞ്ചായത്തിന്റെ 2026-2027 വർഷത്തെ ബജറ്റ്. മപ്പാട്ടുകര തടയണ കേന്ദ്രീകരിച്ച് വൻകിട ജലസേചന പദ്ധതി നടപ്പാക്കാൻ ബജറ്റിൽ 4.5 കോടി. പ്രതിപക്ഷാംഗങ്ങളുടെ വിയോജിപ്പോടെ പെരിന്തൽമണ്ണ നഗരസഭയുടെ 2026-2027 വർഷത്തെ ബജറ്റ് പാസാക്കി. കഴിഞ്ഞ LDF ഭരണസമിതി കൊണ്ടുവന്ന അതേ പദ്ധതികളാണ് ബജറ്റിലുള്ളതെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ. ബൈപ്പാസ് ഇന്നൊവേഷൻ ഉൾപ്പെടെ പുതിയ പദ്ധതി ഒട്ടേറെയെന്ന് ഭരണപക്ഷം. സംസ്ഥാനത്ത് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ തുടങ്ങി. SSLC പരീക്ഷ എഴുതുന്നത് 4.17 ലക്ഷം വിദ്യാർത്ഥികൾ. യുദ്ധ സാഹചര്യത്തിൽ ഗൾഫിലെ പരീക്ഷകളിൽ മാറ്റം. വിശദമായ വാർത്തകൾ. വൻ ജനപങ്കാളിത്തത്തോടെ CPMലെ അസംതൃപ്തരുടെ കൺവെൻഷൻ. നേതൃത്വത്തോടെ പിണങ്ങി നിൽക്കുന്ന PK ശശി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കള്ള് കച്ചവടക്കാരനെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റാൻ സംസ്ഥാന നേതൃത്വം തയ്യാറായാൽ തങ്ങളെല്ലാം ചുവന്ന കൊടിയും പിടിച്ച് പാർട്ടിക്കൊപ്പം ഉണ്ടാകുമെന്ന് PK ശശി. അതേസമയം PK ശശിയെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതായി CPM ജില്ലാ കമ്മിറ്റി അറിയിച്ചു. പാലക്കാട് ചന്ദ്രനഗറിലെ ശ്രീ പാർവതി ഓഡിറ്റോറിയത്തിലായിരുന്നു കൺവെൻഷൻ. പ്രസംഗത്തിലുടനീളം ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഉൾപ്പെടെയുള്ള ജില്ലാ നേതാക്കൾക്കെതിരെയുള്ള വിമർശനമായിരുന്നു. ഞങ്ങളാരും ആഗ്രഹിച്ചത് കൊണ്ടല്ല ഇവിടെ എത്തിയത്, തങ്ങളെ എത്തിച്ചതാണെന്ന ആമുഖത്തോടെയാണ് പ്രസംഗം തുടങ്ങിയത്. പ്രവർത്തകരെ പാർട്ടിയിൽ നിന്ന് അകറ്റി നിർത്തുന്ന സാഹചര്യം പാലക്കാട് ജില്ലാ കമ്മിറ്റിയിലുണ്ട്. എത്രയോ മഹാന്മാർ ഇരുന്ന കസേരയാണ് പാലക്കാട് ജില്ലാ സെക്രട്ടറിയുടേത്. ആ കസേരയിൽ കള്ളു കച്ചവടക്കാരനെ ഇരുത്തിയത് ആത്മാഭിമാനമുള്ള പാർട്ടി പ്രവർത്തകർ സഹിക്കില്ല. EN സുരേഷ് ബാബുവിന്റെ ജാതകം ഞാൻ വായിക്കുന്നില്ല. 5 അപ്പം കൊണ്ട് 5000 പേരെ ഊട്ടിയ യേശുവിനെ കവച്ചു വയ്ക്കുന്ന രീതിയിലാണ് 5 വർഷം കൊണ്ട് പ്രവർത്തകരെ പാർട്ടിയിൽ നിന്ന് അകറ്റിയത്. ഇത് സുരേഷ് ബാബുവിനോട് എതിർപ്പുള്ളവരുടെ കൺവെൻഷൻ അല്ല. അങ്ങനെയുള്ളൊരു കൺവെൻഷൻ വിളിച്ചാൽ പാലക്കാട് കോട്ട മൈതാനം തികയില്ല. പാർട്ടിയുടെ അധികാരത്തിന്റെ മറവിൽ എന്തെല്ലാം അഴിമതിയാണ് നടത്തിയത്, എത്ര പേരുടെ ജോലിയാണ് കളഞ്ഞത്. കള്ള് കച്ചവടക്കാരന്റെ കള്ളത്തരത്തിന് കൂട്ടുനിൽക്കാൻ വാലാട്ടുന്ന നായ്ക്കളെ കിട്ടും, ആത്മാഭിമാനമുള്ള പാർട്ടി സഖാക്കളെ കിട്ടില്ല. പലിശയ്ക്ക് പണം കൊടുത്തുകൊണ്ടിരുന്ന ഒരുത്തനെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. അദ്ദേഹത്തിന്റെ കഴിവ് ജില്ലയ്ക്ക് പുറത്തേക്ക് എത്തിയപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് ഉയർത്തുകയും പിന്നീട് ജില്ലാ പഞ്ചായത്തിന്റെ ഭരണ നേതൃത്വം ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. പിന്നൊരു ജില്ലാ കമ്മിറ്റി അംഗമായ യുവനേതാവ് രാത്രി 7 മണി കഴിഞ്ഞാൽ ഫോൺ എടുക്കില്ല. ഇനി എടുത്താൽ തന്നെ പച്ചത്തെറിയാണ്. ഒരു മുതിർന്ന നേതാവ് വിളിച്ചപ്പോൾ പച്ചത്തെറി. ആ നേതാവ് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഇത്ര നേരത്തെയൊക്കെ അടിക്കുമോ എന്ന്. ജില്ലാ നേതൃത്വത്തിനെതിരെ ഓരോ ഏരിയ കമ്മിറ്റികളും എത്രയോ പരാതികൾ അയച്ചു. ഒരെണ്ണത്തിൽ പോലും നടപടി ഉണ്ടായില്ല. തെറ്റുകൾ തിരുത്തേണ്ട, കൊടിയേരി ഉണ്ടായിരുന്നുവെങ്കിൽ പാർട്ടിക്ക് ഈ ഗതി വരില്ലായിരുന്നുവെന്ന് പറഞ്ഞ PK ശശി വിതുമ്പി. എന്നെ കൈപിടിച്ച് വളർത്തിക്കൊണ്ട് വന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച പ്രിയപ്പെട്ട വായകൻ വളരെ ആവശ്യമാണ്. ഞാനിപ്പോ ശ്രദ്ധിച്ചു, വടി കൂട്ടിപ്പിടിച്ചിട്ടാണ് പ്രിയപ്പെട്ട കാലക്കുടിയിലെ സഖാവ് വായകൻ ഇവിടെ എത്തിയിട്ടുള്ളത്. പിന്നെ ഒരു ജില്ലാ കമ്മിറ്റി ജില്ലാ സെക്രട്ടറി അതിന് ചരിത്രമാണ് പറയാനുള്ളത്. പലിശക്ക് പണം കൊടുത്ത് നടന്നിരുന്നവരാണ്. സ്ഥലം വടക്കറ്റി ബഹുമാന്യനാണ് കേട്ടോ, ഭയങ്കര ബഹുമാന്യനാണ്. ജോലി എന്താണെന്ന് വെച്ചാൽ പലിശക്ക് പണം കൊടുക്കലാണ് പണി. അവിടെ നിന്ന് വളർന്നു വന്ന് പിന്നെ മുമ്പെ പറ്റിയുള്ള നീരച്ചിത്രം ഈ പാലക്കാട് ജില്ലയിലെല്ലാം ജില്ലകൾക്കപ്പുറത്തേക്ക് എത്തിയപ്പോ ഇയാളുടെ കഴിവ് മനസ്സിലായപ്പോ ഇയാളെ സെക്രട്ടറിയിൽ പോകുമ്പോഴാണ് ഓമർ അന്നപോലെ അങ്ങനെ ഒരാളുണ്ടോ, അങ്ങനെ ഒരാളുണ്ട്, അങ്ങനെ ഒരാളുണ്ട്. ആ നീലചിത്രം ജില്ലകൾക്കപ്പുറത്തേക്ക് എത്തിയപ്പോ അയാളുടെ കഴിവ് മനസ്സിലാക്കി അയാളെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയെത്തി എടുത്തു. ഇപ്പോ അദ്ദേഹത്തെ പാലക്കാട് ജില്ലയുടെ ഭരണാധികാരി ജില്ലാ പഞ്ചായത്തിന്റെ ഉന്നത സ്ഥാനത്തേക്ക് എന്തൊരു യോഗ്യനാണ്.
ഇത് ഞാൻ ആരെയും താഴ്ത്തിക്കെട്ടാൻ പറയുന്നതല്ല. ഈ തെറ്റ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം തിരുത്തിയാൽ ചെങ്കൊടിയേന്തിയ ഈ ജനക്കൂട്ടം പാർട്ടിക്കൊപ്പം ഉണ്ടാകുമെന്നും ശശി പറഞ്ഞു. കണ്ണു കുടിച്ചിരിക്കുമ്പോൾ തീരുമാനിക്കുക നിങ്ങൾ സെക്രട്ടറി ആക്കാം. ഈ അവസ്ഥയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്തുന്നത് അഴിമതി, സ്പിരിറ്റ് കച്ചവടം, ഉത്തരവാദപ്പെട്ട പാർട്ടി സ്ഥാനത്തിരിക്കുന്നവരാ സ്പിരിറ്റ് കേസിലെ പ്രതിയായി വരികയാണ്. ഒന്നാം പ്രതിയായി വരികയാണ്. ഈ അനീതിക്ക് മഹാപീഡനത്തിനെതിരായി ശബ്ദമുയർത്തിയവർ, പാർട്ടിക്കകത്ത് നിന്ന് ശബ്ദമുയർത്തിയവർ, വിട്ടുവീഴ്ചയില്ലാതെ ഇതിനെതിരായി പൊരുതിയവർ, ആ നിലപാടെടുത്തവരുടെ ശരിക്ക് വേണ്ടി, ഒരു ശരിയായ പാർട്ടിക്ക് വേണ്ടി നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ നടപടിയെടുക്കപ്പെട്ടവർ, സസ്പെൻഡ് ചെയ്യപ്പെട്ടവർ, പിരിച്ചുവിടപ്പെട്ടവർ, പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ, തരംതാഴ്ത്തപ്പെട്ടവർ, എന്തിനധികം പറയണം, ചെയ്തു വന്നിരുന്ന ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടവർ, അവരുടെ രോഷപ്രകടനമാണ് ഈ കൺവെൻഷൻ. ഞാൻ ചുരുക്കി പറയാം, ഇവരാണ് കൺവെൻഷൻ പങ്കെടുക്കുന്നത്. കൊഴിഞ്ഞാമ്പാറയിലെ നേതാവ് എം സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. CPM മുൻ പ്രാദേശിക ഭാരവാഹികളായ C ശാന്തകുമാരൻ, സദ്ദാം ഹുസൈൻ, S ശ്രീജിത്ത്, മുഹമ്മദ് ബഷീർ തുടങ്ങിയവർ പ്രസംഗിച്ചു. CPM മുൻ ഏരിയ സെക്രട്ടറി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, വടക്കഞ്ചേരി, എലപ്പുള്ളി, മണ്ണാർക്കാട്, ശ്രീകൃഷ്ണപുരം, മലമ്പുഴ, കൊഴിഞ്ഞാമ്പാറ, ചെറുപ്പുളശ്ശേരി തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരും കൺവെൻഷനിൽ പങ്കെടുത്തു. EN സുരേഷ് ബാബുവാണ് ജില്ലയിൽ പാർട്ടിയുടെ പടച്ചവനെങ്കിൽ താൻ ഇതിൽ തുടരാൻ താൽപ്പര്യമില്ലെന്ന് വാർത്താസമ്മേളനത്തിൽ PK ശശി. പാലക്കാട് ജില്ലയിലെ പാർട്ടിയുടെ അപജയങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് PK ശശി മാധ്യമങ്ങളെ കണ്ടത്. വേറൊരു അഭിപ്രായം പറഞ്ഞു എന്ത് പ്രശ്നങ്ങളുണ്ടല്ലോ, അതല്ലോ ശശി ബ്രാഞ്ചില്. ഗവൺമെന്റിന് ഞാൻ സ്വീകാര്യനാണ്, പാർട്ടിക്ക് സ്വീകാര്യനല്ല എന്ന് വരുമ്പോ പിന്നെന്തിനാ ഇപ്പൊ ഈ സ്ഥാനത്തിരിക്കുന്നത്? പാർട്ടിക്ക് സ്വീകാര്യനല്ലാതെ തനിക്കെതിരെ 1.25 കൊല്ലമായി നടപടിയെടുത്തിട്ട് എന്ത് നടപടിയാണിത്? മരിക്കുന്നതുവരെ തീക്കിക്കൊല്ലാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വകുപ്പില്ല. നടപടിക്കൊരു കാലാവധിയുണ്ട്. കാലാവധി കഴിഞ്ഞാൽ അത് അംഗീകരിക്കപ്പെടണം. ശശിക്കെതിരെ നടപടിയെടുത്താൽ വീട്ടിലിരിക്കുമെന്നാണ് പലരും കരുതിയത്. എന്നിട്ട് ശശി വീട്ടിലിരുന്നോ? ശശി എന്നും ജനങ്ങൾക്കിടയിലാണ്. ജനങ്ങൾക്കിടയിൽ ശശിയില്ലെങ്കിൽ താൻ മരിച്ചു എന്നാണ് അർത്ഥം. സംസ്ഥാന സെക്രട്ടറി നയിച്ച ജാഥയ്ക്ക് KTTC പായസമേള നടത്തിയ കോംപ്ലക്സാണ് തിരഞ്ഞെടുത്തത്. തന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകിയപ്പോഴൊക്കെ വലിയ മൈതാനങ്ങളാണ് ഒരുക്കിയിരുന്നത്. ഇന്ന് മൈതാനം കിട്ടാത്തത് കൊണ്ടല്ല, ആളെ കിട്ടാത്തത് കൊണ്ടാണ് കെട്ടിട സമുച്ചയത്തിൽ നടത്തിയത്. സർക്കാരിന് താൻ സ്വീകാര്യനാണ്, പക്ഷെ പാർട്ടിക്ക് സ്വീകാര്യനല്ല. അങ്ങനെയൊരു സാഹചര്യത്തിലാണ് KTTC ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞത്. ഏതെങ്കിലും പാർട്ടിയിൽ ചേരുമോ, നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് അതെല്ലാം പിന്നീട് തീരുമാനിക്കുമെന്നായിരുന്നു മറുപടി. വളരെ ഗൗരവത്തോടു കൂടിയല്ലാതെ ഞങ്ങൾക്ക് കാണാനാവില്ല. അതുകൊണ്ട് തന്നെ ഇത് പാർട്ടി നേതൃത്വം ശ്രദ്ധിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അത് അവർ ശ്രദ്ധിക്കോ ഇല്ല എന്നുള്ളത് ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം പരിശോധിക്കുന്ന ഒരു സംവിധാനം കേരളത്തിൽ ഉണ്ടായിരുന്നല്ലോ. അത് പരിശോധിക്കാൻ ഇപ്പൊ തയ്യാറാകുന്നില്ല. അത് ഞങ്ങൾക്കുള്ളൊരു വലിയ പ്രയാസമാണ്. നമ്മളിപ്പോ ഒരു പാർട്ടി സംസ്ഥാന നേതാവിനെ സംബന്ധിച്ചോ സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ചോ ഒരു വ്യത്യസ്ത അഭിപ്രായം ഞങ്ങളിപ്പോ പ്രകടിപ്പിച്ചിട്ടില്ല. പക്ഷെ ഇത് നിങ്ങൾ കണ്ടോ, ഈ ആളുകൾ, ഈ നോമ്പ് കാലത്ത് പോലും വന്ന ആളുകൾ ഇത് അവസാനിച്ചപ്പോഴാണല്ലോ ഇതിന്ന് പോകാൻ പോയത്. അപ്പൊ അവരുടെ വികാരം എത്ര വലുതായിരിക്കും. സാധാരണ ഒരു മീറ്റിംഗ് നടത്തിയാൽ, നിങ്ങൾക്കൊരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഈ പാർട്ടി ചെന്ന് വട്ടൊരപകടം. മണ്ണാർക്കാട്ടുകാരായ പത്രക്കാർ ഇവിടെ ഉണ്ടല്ലോ. സംസ്ഥാന സെക്രട്ടറി ഒരു ജാഥ നയിച്ചല്ലോ. ആ ജാഥക്ക് മണ്ണാർക്കാട് എവിടെയായിരുന്നു സ്വീകരണം? KTTCയുടെ പായസമേള നടത്തുന്ന സ്ഥലത്താണ് ഒരു സംസ്ഥാന ജാഥക്ക് സ്വീകരണം. സാധാരണ നടത്താറുള്ളത് എവിടെയാ? വലിയ ഗ്രൗണ്ടിലാണ് നടത്താറുള്ളത്. ആ ഗ്രൗണ്ടിൽ നടത്താൻ ഗ്രൗണ്ട് കിട്ടാത്തത് കൊണ്ടല്ല, ആളെ കിട്ടൂല ഇവർക്ക്. ആ അവസ്ഥയിലേക്ക് ഈ പാർട്ടി മാറിയില്ലേ? ഈ അവസ്ഥയിലേക്ക് ഈ പാർട്ടി എത്തിച്ചതവരാരാ? പാർട്ടി ഓഫീസ് കെട്ടിടങ്ങൾ ഉണ്ടായാൽ പോരാ, ഓഫീസിലേക്ക് മനുഷ്യൻ അവന്റെ ജീവിത പ്രശ്നങ്ങളുമായിട്ട് വരണം. മനുഷ്യന്റെ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടാണ് പാർട്ടി ശക്തിപ്പെടുക. പെരിന്തൽമണ്ണയിലെയും അങ്ങാടിപ്പുറത്തെയും ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ നിർദ്ദേശിച്ച ഓരാടംപാലം മാനത്തുമംഗലം ബൈപ്പാസ് റോഡ് UDF അധികാരത്തിൽ വന്നാൽ യാഥാർത്ഥ്യമാക്കുമെന്ന് നജീബ് കാന്തപുരം MLA.
പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയുടെ വികസനത്തിന് LDF സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സഹായം ഉണ്ടായില്ലെന്നും നജീബ് കാന്തപുരം MLA പറഞ്ഞു. നവീകരണം മുടങ്ങിയ പുലാമന്തോൾ മേലാറ്റൂർ റോഡിൻ്റെ പൂർത്തീകരണത്തിന് കേരയിൽ DPR സമർപ്പിച്ചിട്ടുണ്ടെന്നും ഈ റോഡ് പുതിയ പദ്ധതി പ്രകാരമാണ് പൂർത്തിയാക്കാനാവുക എന്നും MLA വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായാണ് പെരിന്തൽമണ്ണയിലെ പദ്ധതികളെക്കുറിച്ച് MLA പ്രതികരിച്ചത്. ഓരാടം പാലം, മാനത്തുമംഗലം ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിന് 200 കോടി രൂപ ഒന്നിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന ഘട്ടം വന്നപ്പോഴാണ് ഈ പദ്ധതി മുടങ്ങിയതെന്ന് നജീബ് കാന്തപുരം MLA പറഞ്ഞു. UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ തീർച്ചയായും ഓരാടം പാലം, മാനത്തുമംഗലം ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമാക്കുമെന്നും നജീബ് കാന്തപുരം MLA പറഞ്ഞു. UDF അധികാരത്തിൽ വന്നാൽ ഓരോടം പാലം, മാനത്തുമംഗലം ബൈപ്പാസ് നടന്നിരിക്കും. കാരണം അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു മീൻവായി നമ്മൾ ഇതിനിടയിലുള്ള ഒരു സമയത്ത് നിങ്ങൾ നോക്കൂ, അതിൻ്റെ ROBക്കുള്ള പൈസ അടച്ചു. റെയിൽവേ ഓവർബ്രിഡ്ജിന്റെ സാങ്ഷന് വേണ്ടിയിട്ടുള്ള 13 ലക്ഷം രൂപ അടച്ചിട്ടുണ്ട്. ഇതൊക്കെ ഗവൺമെന്റ് വെച്ചിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷെ ഇതിൽ 200 കോടി ഒന്നിച്ച് മുടക്കാൻ കിഫ്ബിക്ക് കഴിയില്ല എന്നുള്ള ഒരു ഘട്ടം വന്നപ്പോഴാണ് ഇത് മുടങ്ങിയത്. അപ്പോഴും നമ്മളൊരു അൾട്ടർനേറ്റീവ് സൊല്യൂഷന് വേണ്ടിയിട്ട് നമ്മൾ സമീപിച്ചു. പക്ഷെ അത് നടന്നില്ല. അതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷെ ഇനി ഗവൺമെന്റിന്റെ മുൻപാകെ ഞങ്ങൾ തന്നെ പ്രകടന പത്രികയിലേക്ക് തന്നെ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്ത ഒരു കാര്യം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്കുള്ള കുറച്ച് നഗരങ്ങൾ അത് ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനുള്ള ബൈപ്പാസ് പ്രകടന പത്രികയിലേക്ക് കൊണ്ടുവരണം ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് വരികയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി പ്രകടന പത്രികയുടെ ഭാഗമായിട്ട് തന്നെ UDF അധികാരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നടക്കും. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയുടെ വികസനത്തിന് വലിയ ശ്രമം നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇതിന് സർക്കാർ പിന്തുണ നൽകിയില്ല. ജില്ലാ ആശുപത്രിയുടെ സമഗ്ര വികസനത്തിന് DPR തയ്യാറാക്കിയതാണ്. ഇതിന് ഇടത് സർക്കാർ ഒരു ഫണ്ടും നീക്കിവെച്ചില്ലെന്നും വേണ്ട സ്റ്റാഫിനെ പോലും അനുവദിച്ചില്ലെന്നും നജീബ് കാന്തപുരം MLA പറഞ്ഞു. 1% പോലും ഗവൺമെന്റ് ഒരു തരത്തിലുള്ള പിന്തുണ നൽകിയില്ല എന്ന് മാത്രമല്ല, ഇവിടെ പലപ്പോഴും നമ്മൾ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ കാണിക്കുന്ന താല്പര്യത്തെ നമ്മൾ എടുത്തു പറയുമ്പോൾ അത് MLA പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ സഹായിക്കാനാണെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ സഹായിക്കാൻ വേണ്ടി നയപരമായ നിലപാടെടുത്തത് ഇപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരാണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ ഒരേ ഒരു സാധാരണക്കാരുടെ ഹോസ്പിറ്റലായിട്ടുള്ള ജില്ലാ ആശുപത്രിക്ക് വേണ്ടി ഒരു തരത്തിലുള്ള സഹായ മനോഭാവം ഉണ്ടായില്ല. ഞങ്ങളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള DPR കൊടുത്തത്, ആ DPRന് പ്രൂൾ ചെയ്യാവുന്ന ഒരു മാച്ചിങ് ഫണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ കൂടെ ചെയ്തു കൊടുക്കാൻ കഴിയും. ഒരു പാരാമെഡിക്കൽ സ്റ്റാഫിനെ ഈ ജില്ലാ ആശുപത്രിയിലേക്ക് തരാൻ പറ്റും. പുലാമന്തോൾ മേലാറ്റൂർ റോഡ് നവീകരണ പദ്ധതിയുടെ കരാറുകാരനെ നേരത്തെ മരവിപ്പിച്ചതാണ്. ഇനി പുതിയ പദ്ധതിയിലാണ് ഈ റോഡ് പൂർത്തിയാക്കാനാവുക. 125 കോടി രൂപ കണക്കാക്കിയ പദ്ധതിയുടെ DPR കേരയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇനി ഭരണാനുമതിയാണ് ലഭിക്കേണ്ടത്. നഗരസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിനാൽ നീണ്ടുപോയേക്കും. UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ഈ പദ്ധതിയും പൂർത്തിയാക്കുമെന്ന് നജീബ് കാന്തപുരം MLA വ്യക്തമാക്കി. നമ്മൾ ആ റോഡ് അവരെ ടെർമിനേറ്റ് ചെയ്തതിന് ശേഷം റോഡിന്റെ DPR ഉണ്ടാക്കാൻ വേണ്ടി കേരളയിൽ ഏൽപ്പിച്ചു. ആ DPR കേരളയിൽ ഇപ്പോൾ സമർപ്പിച്ചിരിക്കുകയാണ്. അത് 125 കോടിയുടെ DPR ആണ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. 125 കോടി. ആ ഫണ്ട് സ്വാഭാവികമായിട്ട് നിലവിലുള്ള ഫണ്ടാണ്. അതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. അടുത്ത ഗവൺമെന്റ് വന്നാൽ ആ ഫണ്ട് നമുക്ക് കിട്ടും. അതൊരു മനോഹരമായ റോഡായിട്ട് തന്നെ ഒരു വർഷം കൊണ്ട് നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കും. 25 കോടി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് മണ്ഡലത്തിലെ 6 സ്കൂളുകൾ ഉൾപ്പെടെ വിവിധ പദ്ധതികൾ നടപ്പാക്കി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ടുകളും MLA ഫണ്ട് ഉപയോഗിച്ചും മണ്ഡലത്തിൽ വികസനങ്ങൾ നടപ്പാക്കിയെന്നും MLA പറഞ്ഞു. ഭവന നിർമ്മാണത്തിനും കാർഷിക മേഖലയ്ക്കും ഊന്നൽ നൽകി കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് 2026-2027 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. മൊബാട്ടുകര തടയണ കേന്ദ്രീകരിച്ച് വൻകിട ജലസേചന പദ്ധതി നടപ്പാക്കാൻ 4.5 കോടി രൂപ ബജറ്റിൽ നീക്കിവെച്ചു. 41,51,99,934 രൂപ വരവും 38,93,05,696 രൂപ ചിലവും 2,58,94,238 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് UDF ഭരിക്കുന്ന കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് മിസിദ സൂരജ് വ്യാഴാഴ്ച അവതരിപ്പിച്ചത്. ഭവന നിർമ്മാണത്തിനും കാർഷിക മേഖലയ്ക്കും ഊന്നൽ നൽകുന്നതാണ് പുതിയ ബജറ്റ്. സേവന മേഖലയിൽ ലൈഫ് ഭവന പദ്ധതികൾ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾക്ക്
7,36,00,000 രൂപയും ഭവന നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് വകയിരുത്തുന്നു. ഭവന പുനരുദ്ധാരണം ഗുണഭോക്താക്കൾക്കായി 42 ലക്ഷം രൂപയും വകയിരുത്തുന്നു. 100% സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിക്കായി പ്രഖ്യാപിച്ചെങ്കിലും കൃത്യമായി കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ കഴിയാത്തതിനാലും കേരള വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തനം ശാസ്ത്രീയമല്ലാത്തതിനാലും പഞ്ചായത്ത് ചെറുകിട കുടിവെള്ള പദ്ധതികൾ ആരംഭിക്കുന്നതിനായി 50 ലക്ഷം രൂപ വകയിരുത്തുന്നു. ലൈഫ് ഭവന പദ്ധതിക്ക് 7,36 ലക്ഷം രൂപയും ഭവന പുനരുദ്ധാരണ പദ്ധതിക്കായി 42 ലക്ഷവും ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നു. കാർഷിക മേഖലയുടെ കുതിച്ചുചാട്ടം ലക്ഷ്യമിട്ട് മപ്പാട്ടുകര തടയണ ഭാഗത്ത് പുറമത്ര, മപ്പാട്ടുകര, കുലുക്കല്ലൂർ, മുളയൻകാവ്, വണ്ടുന്തറ പ്രദേശങ്ങളെ കൂടി ഉൾപ്പെടുത്തി വൻകിട ജലസേചന പദ്ധതിയാണ് ബജറ്റിലെ പ്രധാന പദ്ധതി. 4.5 കോടി രൂപ ഇതിനായി വകയിരുത്തി. നെൽകൃഷി, പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി 71 ലക്ഷം, ചെറുകിട കുടിവെള്ള പദ്ധതികൾ ആരംഭിക്കുന്നതിനായി 50 ലക്ഷം, ആരോഗ്യമേഖലയിൽ കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തിയ PHCയെ ആധുനിക നിലവാരത്തിലേക്ക് ഉയർത്താൻ 1.43 കോടി എന്നിങ്ങനെയും ബജറ്റിൽ തുക നീക്കിവച്ചിട്ടുണ്ട്. ആരോഗ്യമേഖലയിലെ മറ്റു പ്രവർത്തനങ്ങൾക്കായി 50 ലക്ഷം, വനിതകളുടെ ഉന്നമനത്തിനായി 36 ലക്ഷം, ഗ്രാമീണ റോഡുകളുടെ വികസനത്തിനായി 2 കോടി എന്നിങ്ങനെയും വകയിരുത്തിയിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയിൽ നൂതന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിനും റോഡുകൾ, കുളങ്ങൾ, കിണറുകൾ, മറ്റ് ഭൂവികസന പദ്ധതികൾ എന്നിവയ്ക്കുമായി 15 കോടിയും വകയിരുത്തി. പഞ്ചായത്തിലെ കലാ, സാംസ്കാരിക, കാർഷിക, വ്യാപാര മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി മുളയൻകാവ് സെന്ററിൽ ഗ്രാമോത്സവം സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതായും ബജറ്റിൽ പറയുന്നു. യോഗത്തിൽ പ്രസിഡന്റ് VM മുഹമ്മദ് അലി മാസ്റ്റർ അധ്യക്ഷനായി. ബജറ്റ് അവതരണത്തിന് ശേഷം ചർച്ചയും നടന്നു. പഞ്ചായത്തിന്റെ ബഹുഭൂരിപക്ഷം വരുന്ന പ്രദേശത്തെയും ജലസേചന സൗകര്യമുള്ള പദ്ധതിയാക്കി മാറ്റിക്കൊണ്ടുവരുന്ന കുറച്ച് വർഷങ്ങളായിട്ടുള്ള നിർദ്ദേശങ്ങളായിരുന്നു. എങ്കിലും അത് ഇതുവരെ നടപ്പാക്കാനോ അത് കൊണ്ടുവരാനോ കഴിയില്ല. ഒരു പൈലറ്റ് പ്രൊജക്ട് എന്ന നിലയ്ക്ക് അതിൻ്റെ ഒരു സർവേ ഇതിനു മുമ്പ് നടന്നിരുന്നു. നേരത്തെ RKVY പദ്ധതി പ്രകാരം അതിൻ്റെ ഒരു ഡിപ്പാർട്ട്മെന്റൽ സർവേ വേറെയും നടത്തിയിരുന്നു. 2 നടത്തിയാൽ പോലും അത് നടപ്പിലാക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ബഡ്ജറ്റിന്റെ ഭാഗമായി ഈ പൂതപ്പുഴയെ ഉപയോഗിച്ചുകൊണ്ട് ആനക്കൽ ഇറിഗേഷൻ ആ ഭാഗത്ത് നിന്ന് ഈ മുളയങ്കാവ് വരെ, അല്ലെങ്കിൽ ഈ കുലുക്കല്ലൂർ റെയിൽവേ ലൈന് വരെയെങ്കിലും കാർഷിക മേഖല പുനരുജ്ജീവിപ്പിക്കാൻ കഴിയാവുന്ന പദ്ധതി എന്ന നിലയ്ക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ കഴിയുകയും അത് ഹൈലൈറ്റ് ചെയ്യാൻ കഴിയാവുന്ന രീതിയിൽ ബഡ്ജറ്റിന്റെ ഭാഗമാക്കി മാറ്റണം എന്ന അഭിപ്രായമാണ്. ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം നടന്ന 19 ഗ്രാമസഭകളിൽ ഏറ്റവും കൂടുതൽ ചോദ്യചിഹ്നമായി നിന്ന ഒരു വിഷയമാണ് കുടിവെള്ള പ്രശ്നം. നമ്മുടെ പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി 2015 കാലഘട്ടത്തിൽ കൊണ്ടുവന്ന കുടിവെള്ള പദ്ധതി അത് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് എല്ലാവർക്കും കുടിവെള്ളം നൽകാൻ നമുക്ക് കഴിയുന്നില്ല. അപ്പൊ ഭരണസമിതി തീരുമാനമെടുത്തത് പഴയ ശുദ്ധജല നമ്മുടെ പഞ്ചായത്തിന്റെ മിനി കുടിവെള്ള പദ്ധതികൾ പുനരാരംഭിക്കണം. അതിനാവശ്യമായി 50 ലക്ഷം രൂപ വകയിരുത്തിയ പഞ്ചായത്ത് ഭരണസമിതിയെ അഭിനന്ദിക്കാൻ കൂടി ഈ അവസരം ഞാൻ വിനിയോഗിക്കുക. പെരിന്തൽമണ്ണ നഗരസഭയുടെ 2026-2027 വർഷത്തെ ബജറ്റ് പ്രതിപക്ഷ അംഗങ്ങളുടെ വിയോജിപ്പോടെ പാസാക്കി. ബുധനാഴ്ച അവതരിപ്പിച്ച ബജറ്റിന്മേൽ വ്യാഴാഴ്ചയാണ് ചർച്ച നടന്നത്. കഴിഞ്ഞ LDF ഭരണസമിതികൾ കൊണ്ടുവന്ന അതേ പദ്ധതികളാണ് ബജറ്റിലുള്ളതെന്ന് പ്രതിപക്ഷാംഗങ്ങൾ വാദിച്ചു. എന്നാൽ ബൈപ്പാസ് ഇന്നൊവേഷൻ പദ്ധതി ഉൾപ്പെടെയുള്ള പുതിയ പദ്ധതികൾ ചൂണ്ടിക്കാട്ടി ഭരണപക്ഷാംഗങ്ങൾ ബജറ്റിനെ അനുകൂലിച്ചു. നഗരവികസനവും ജനങ്ങളുടെ ക്ഷേമവും പശ്ചാത്തല സൗകര്യങ്ങളുടെ പുരോഗതിയും ലക്ഷ്യമാക്കിയാണ് 2026-27 വർഷത്തെ പെരിന്തൽമണ്ണ നഗരസഭയുടെ ബജറ്റ് അവതരിപ്പിച്ചത്. വൈസ് ചെയർപേഴ്സണും ധനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനുമായ MB ഫസൽ മുഹമ്മദ് ബുധനാഴ്ചയായിരുന്നു ബജറ്റ് അവതരിപ്പിച്ചിരുന്നത്. 144.7 കോടി രൂപ വരവും 141.78 കോടി രൂപ ചെലവും 2.92 ലക്ഷം രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നതായിരുന്നു ബജറ്റ്. ബജറ്റിന്മേലുള്ള കൗൺസിലർമാരുടെ ചർച്ച വ്യാഴാഴ്ച നടന്നു. നഗരസഭയുടെ വൻ സാമ്പത്തിക ബാധ്യത ബജറ്റിൽ പരാമർശിച്ചിരുന്നു. 78 കോടി രൂപ വൻ ബാധ്യതയാണ് ഭരണപക്ഷം പുറത്തുവിട്ടിരുന്നത്. കടബാധ്യതകൾ ചൂണ്ടിക്കാട്ടി വികസന പദ്ധതികൾ നടപ്പാക്കാനാവില്ലെന്ന് പറയുന്നതിനോട് യോജിക്കാനാവില്ലെന്ന് പ്രതിപക്ഷ നേതാവ് നെച്ചിയിൽ മൻസൂർ അഭിപ്രായപ്പെട്ടു. 2.64 കോടി രൂപ മാത്രമാണ് നഗരസഭയ്ക്ക് കടമുള്ളതെന്നും ബാക്കിയെല്ലാം വികസന പദ്ധതികൾ കൊണ്ടുവരുന്നതിന് എടുത്ത വായ്പ സംഖ്യയാണെന്നും നെച്ചിയിൽ മൻസൂർ പറഞ്ഞു. എനിക്ക് 13 ലക്ഷം രൂപ ബാങ്കിൽ കൊണ്ടുണ്ട്. ഇതിന്റെ വാഹനങ്ങൾ കൊണ്ടുപോകാറുണ്ട്.
എന്റെ വീടിനെ മാറ്റണമെങ്കിൽ ഞാൻ കടമാക്കിയതേ പറ്റുള്ളൂ. അതേമാതിരി ഇവിടെ വികസന റോഡ് നിർമ്മാണത്തിന് പിന്നെ നമ്മൾ വരുമാനമാണെങ്കിലും കടക്കി കാണിക്കുന്നത് നമ്മൾ വാങ്ങിയിട്ടുള്ള വാടക ഇനത്തില് അതുപോലെ ഡെപ്പോസിറ്റ് ഇനത്തിൽ വാങ്ങിയ പൈസ എങ്ങനെ കടമായി മാറും? കാലങ്ങളായിട്ട് വാങ്ങിയ പൈസ അതൊക്കെ ഇപ്പോൾ മൂന്ന് നിലനിന്നുകൊണ്ട് ഇപ്പൊ എന്താ ഈ ഭരണസമിതി കുഞ്ഞു പോകുന്നതിലാണ് എഴുതിയിരിക്കുന്നത്. എനിക്ക് മനസ്സിലാക്കാനില്ല. അതൊക്കെ കാലങ്ങൾ അടക്കോടെ കടമാക്കിയിട്ടാണ്. ഭരണപക്ഷാംഗങ്ങൾ ബജറ്റിനെ അനുകൂലിച്ചു. പ്രതിപക്ഷാംഗങ്ങൾ വിയോജിപ്പോടെയാണ് ചർച്ചയിൽ സംസാരിച്ചത്. എനിക്ക് തോന്നിയിട്ടുള്ളത് കഴിഞ്ഞ വർഷമായി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ മാത്രമാണ്. കൂടുതലായി വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങൾ ഈ ബഡ്ജറ്റിൽ കണ്ടിട്ടില്ല. ജനക്ഷേമം മുൻനിർത്തിയും ബൈപ്പാസ് ഇന്നൊവേഷൻ ഉൾപ്പെടെയുള്ള പുതിയ പദ്ധതികൾ ബജറ്റിൽ തീരുമാനിച്ചിട്ടുണ്ടെന്നും സ്ഥിരം സമിതി ചെയർപേഴ്സൺ നാലകത്ത് ബഷീർ പറഞ്ഞു. പദ്ധതികൾ നടപ്പാക്കുന്നതിന് ഫണ്ട് കണ്ടെത്താൻ സാധിക്കുമെന്നും നാലകത്ത് ബഷീർ സൂചിപ്പിച്ചു. ഒടുവിൽ പ്രതിപക്ഷാംഗങ്ങളുടെ വിയോജിപ്പോടെ ബജറ്റ് പാസാക്കുകയായിരുന്നു. ഇടവേള. വാർത്തകൾ തുടരുന്നു. സംസ്ഥാനത്ത് ഈ വർഷത്തെ SSLC ഒന്നാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ ആരംഭിച്ചു. ഹയർ സെക്കൻഡറി രണ്ടാം വർഷ പരീക്ഷകൾ വെള്ളിയാഴ്ച തുടങ്ങും. സംസ്ഥാനത്ത് 4,17,497 വിദ്യാർത്ഥികളാണ് ഇത്തവണ SSLC പരീക്ഷ എഴുതുന്നത്. ഗൾഫിൽ 633 വിദ്യാർത്ഥികളും ലക്ഷദ്വീപിൽ 386 വിദ്യാർത്ഥികളും പരീക്ഷ എഴുതുന്നുണ്ട്. കേരളത്തിൽ 3031 പരീക്ഷാ കേന്ദ്രങ്ങളിലായാണ് SSLC പരീക്ഷകൾ നടക്കുന്നത്. പാലക്കാട് ജില്ലയിൽ 39,121 വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷ എഴുതുന്നത്. ജില്ലയിൽ 191 കേന്ദ്രങ്ങളിലാണ് പരീക്ഷ നടക്കുന്നത്. ആദ്യ പരീക്ഷ ലാംഗ്വേജ് ആയിരുന്നു. മലയാളം, അറബി, സംസ്കൃതം തുടങ്ങിയ വിഷയങ്ങളിലാണ് കുട്ടികൾ പരീക്ഷ എഴുതുന്നത്. മോഡൽ പരീക്ഷയേക്കാൾ എളുപ്പമായിരുന്നു പ്രധാന പരീക്ഷാ ചോദ്യപേപ്പർ എന്നാണ് കുട്ടികളുടെ അഭിപ്രായം. അധ്യാപകരും കുട്ടികളുടെ അഭിപ്രായത്തോട് യോജിച്ചു. പഠിച്ച ഭാഗങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടോ? പഠിച്ച ഭാഗങ്ങളിലാണ് റിവിഷനൊക്കെ ചെയ്തിട്ടുണ്ടോ? സ്കൂളിലൊക്കെ സ്പെഷ്യൽ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു അല്ലേ? ഏതായിരുന്നു സബ്ജക്റ്റ്? അറബി. എങ്ങനെയുണ്ടായിരുന്നു? സിമ്പിളായിരുന്നു. പ്രതീക്ഷിച്ച ഭാഗത്ത് നിന്നൊക്കെ റിവിഷനൊക്കെ കഴിക്കാം. അപ്പോ ചൂടൊക്കെ ആയിരുന്നു. അപ്പൊ ചൂട് എങ്ങനെയുണ്ടായിരുന്നു? പരീക്ഷ എളുപ്പമായിരുന്നു. മോഡലിനേക്കാളും കുറച്ചും കൂടി എളുപ്പമായിട്ടാണ് കുട്ടികൾ പറഞ്ഞത്. ക്വസ്റ്റ്യൻ പേപ്പർ ഈസി ആയിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ എഴുതണം എന്നുള്ളവർക്ക് നന്നായിട്ട് എഴുതാം. ചില ഒന്ന് രണ്ട് കുട്ടികൾക്ക് ഇങ്ങനെ സമയം കുറച്ചും കൂടി ആയിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ട്. മലയാളമായിട്ട് നന്നായി അറിയുന്നത് കൊണ്ടാണല്ലോ കുറച്ചും കൂടി എഴുതാം എന്ന് തോന്നുന്നത്. അപ്പോൾ നല്ല ക്വസ്റ്റ്യൻ പേപ്പറാണ്. SSLC പരീക്ഷ രാവിലെ 9:30-നും +1 പരീക്ഷ ഉച്ചയ്ക്ക് 1:30-നുമാണ് നടക്കുന്നത്. 4,11,025 വിദ്യാർത്ഥികളാണ് +1 പരീക്ഷ എഴുതുന്നത്. +2 പരീക്ഷകൾ വെള്ളിയാഴ്ച മുതൽ തുടങ്ങും. യുദ്ധം കണക്കിലെടുത്ത് ഗൾഫിലെ വ്യാഴാഴ്ചത്തെ SSLC പരീക്ഷയും വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ നടത്താനിരുന്ന ഹയർ സെക്കൻഡറി പരീക്ഷകളും മാറ്റിവെച്ചിട്ടുണ്ട്. SSLC ഫലപ്രഖ്യാപനം മെയ് 3-ാം വാരം ഉണ്ടാകും. ഒറ്റപ്പാലം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ പുതുതായി നിർമ്മിച്ച പേ വാർഡ് നാടിന് സമർപ്പിച്ചു. കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നാഷണൽ ആയുഷ് മിഷൻ ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ ചെലവഴിച്ചാണ് പേ വാർഡ് കെട്ടിടം നിർമ്മിച്ചത്. നിലവിലുള്ള കെട്ടിടങ്ങൾ നിലനിർത്തിക്കൊണ്ട് പുതിയ OP കെട്ടിടത്തിന്റെ മുകളിൽ 1ാം നിലയിലാണ് പേ വാർഡ് ബ്ലോക്ക് നിർമ്മിച്ചിരിക്കുന്നത്. കെ പ്രേംകുമാർ MLA കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളിലുള്ള അത്ര ചികിത്സയ്ക്ക് ചെലവ് വരാത്ത ആശുപത്രിയാണ് നമ്മുടെ ആശുപത്രി. അപ്പോൾ സൗജന്യമായി ചികിത്സ കിട്ടുന്നുണ്ട്.
അതോടൊപ്പം കുറച്ചുകൂടി സൗകര്യപ്രദമായ പേവാർഡ് എന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക് ചികിത്സയെല്ലാം സൗജന്യമാണ്. പക്ഷേ കിടക്കുന്ന റൂമിന് റെന്റ്, ഡിലക്സ് റൂമും വാർഡും രണ്ടുമുണ്ട്. അവിടെ അവരിൽ നിന്ന് ഒരു ചെറിയ സംഖ്യ ഇതിൻ്റെ നടത്തിപ്പുമെല്ലാമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി അവരിൽ നിന്ന് വാങ്ങി അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനവും ആ തരത്തിലുള്ള സൗകര്യവും നമ്മുടെ കണ്ണിയമ്പുറം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ ഇന്നു മുതൽ സാധ്യമാവുകയാണ്. നഗരസഭാ ചെയർപേഴ്സൺ MK ജയസുധ അധ്യക്ഷയായി. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KK സന്തോഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ K രാജേഷ്, സ്ഥിരസമിതി ചെയർപേഴ്സൺമാരായ സുനീറ മുജീബ്, T സബിത, KK രാമകൃഷ്ണൻ, VS ശ്രീജുല, S പാർവതി, കൗൺസിലർ സുനിത ഹരിദാസ്, ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ K സുനിത, ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ NS രേഖ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ P രമേഷ് കുമാർ, R അനിൽകുമാർ, സുമേഷ് ചീരാത്തൊടി, തോമസ് ജേക്കബ്, V ജയരാജ്, ബാബു മൊയ്തീൻകുട്ടി, ഹബീബ് റഹ്മാൻ, VP രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഏക ജില്ലാ ആശുപത്രി മാത്രമുള്ള പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട്, പട്ടാമ്പി എന്നിവിടങ്ങളിൽ ജില്ലാ ആശുപത്രികൾ അനുവദിക്കണമെന്നും എടത്തനാട്ടുകര വെള്ളച്ചാട്ടപ്പാറയിൽ ജലവൈദ്യുത പദ്ധതി നിർമ്മിക്കാനാവശ്യമായ ഇടപെടലുകൾ ഉണ്ടാകണമെന്നും ജില്ലാ പഞ്ചായത്ത് ആദ്യ ബജറ്റിൽ അലനല്ലൂർ ഡിവിഷൻ അംഗം റഷീദ് ആലായൻ ആവശ്യപ്പെട്ടു. ഇക്കോ ടൂറിസത്തിന് വലിയ സാധ്യതയുള്ള പ്രദേശമാണ് എടത്തനാട്ടുകര പൊൻപാറയിലെ വെള്ളച്ചാട്ടപ്പാറ. നിലവിൽ ജില്ലയിൽ പാലക്കാട് മാത്രമാണ് ജില്ലാ ആശുപത്രിയുള്ളത്. മണ്ണാർക്കാട്, ഒറ്റപ്പാലം, പട്ടാമ്പി, ചെർപ്പശ്ശേരി ഭാഗങ്ങളിലുള്ളവർക്ക് അടിയന്തര ചികിത്സയ്ക്ക് ജില്ലാ ആശുപത്രിയുടെ സേവനം ലഭ്യമാക്കാൻ കഴിയാറില്ല. ഈ വേളകളിൽ സ്വകാര്യ ആശുപത്രികളെയാണ് സാധാരണക്കാർ പോലും ആശ്രയിക്കുന്നത്. ഇതുമൂലം വലിയ സാമ്പത്തിക ചെലവാണ് ഇവർക്ക് നേരിടേണ്ടി വരുന്നത്. കാലങ്ങളായുള്ള ഈ പ്രശ്നത്തിന് ഇനിയെങ്കിലും പരിഹാരം വേണം. ഇതിനായി മണ്ണാർക്കാട്, പട്ടാമ്പി എന്നിവിടങ്ങളിൽ ജില്ലാ ആശുപത്രികൾ അനുവദിക്കണമെന്നാണ് അലനല്ലൂർ ഡിവിഷൻ അംഗം റഷീദ് ആലായൻ ബജറ്റ് ചർച്ചയിൽ ആവശ്യപ്പെട്ടത്. പാലക്കാട് ജില്ലാ പഞ്ചായത്തിൽ ആകെ ഒരു ജില്ലാ ആശുപത്രിയാണ് നിലവിലുള്ളത്. അത് മാറ്റി പാലക്കാട് ജില്ലാ പഞ്ചായത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായി മണ്ണാർക്കാട് പുതുതായി ഒരു ജില്ലാ ആശുപത്രി ആരംഭിക്കുകയും പട്ടാമ്പി കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ജില്ലാ ആശുപത്രിയും ആരംഭിച്ചാൽ ഏറ്റവും സാധാരണക്കാരും പ്രയാസപ്പെടുന്നവരുമാണ് ഇത്തരം ഗവൺമെന്റ് ആശുപത്രികളെ സമീപിക്കാറുള്ളത്. തൊട്ടടുത്ത ജില്ല പോലെ പൊതുജനാരോഗ്യ രംഗത്ത് ജില്ലാ ആശുപത്രികൾ ഈ പറയപ്പെടുന്നത് പോലെ പുതുതായി ആരംഭിച്ചാൽ നമ്മുടെ ജില്ലയിലെ സാധാരണക്കാർക്ക്, പ്രയാസപ്പെടുന്നവർക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഒന്നാണ് എന്ന് ബഡ്ജറ്റ് വേളയിൽ ചർച്ചയിലൂടെ ഭരണസമിതിയെ ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. മറ്റൊന്ന് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്, തൊട്ടടുത്ത ജില്ലയിൽ ഒന്ന് തിരൂർ ജില്ലാ ആശുപത്രിയുണ്ട്, പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയുണ്ട്, നിലമ്പൂരിൽ ജില്ലാ ആശുപത്രിയുണ്ട്. ആ സ്ഥാനത്ത് നമുക്ക് ഒരൊറ്റ ജില്ലാ ആശുപത്രിയുടെ സൗകര്യം മാത്രമാണ് സാധാരണ ജനങ്ങൾക്ക് ലഭ്യമാകുന്നത്. ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്നത് നമ്മുടെ ജില്ലയിലെ സാധാരണ ആളുകളാണ്. ഇതുകൊണ്ടുള്ള പ്രയോജനം ഒരു വിഭാഗത്തിന് മാത്രമാണ്, അത് സ്വകാര്യ മേഖലയിലെ ആശുപത്രിക്ക് മാത്രമാണ്. എടത്തനാട്ടുകര പൊൻപാറ വെള്ളച്ചാട്ടപ്പാറയിൽ വർഷങ്ങൾക്ക് മുന്നേ വിദഗ്ധർ പരിശോധന നടത്തി ജലവൈദ്യുത പദ്ധതിക്ക് സാധ്യതയുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. പാരിസ്ഥിതിക പരിശോധന നടത്തി അനുയോജ്യമെങ്കിൽ പദ്ധതി നടപ്പാക്കാനുള്ള നീക്കം നടത്തണമെന്നാണ് മറ്റൊരു ആവശ്യം അറിയിച്ചത്. സ്വകാര്യ വ്യക്തികളുടെ സഹകരണത്തോടെ ഇക്കോ ടൂറിസം പദ്ധതിക്കും പ്രദേശം അനുയോജ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. അലനല്ലൂർ പഞ്ചായത്തിലെ എടത്തനാട്ടുകര വെള്ളച്ചാട്ടപ്പാറ IRTC പഠനം നടത്തി ജലവൈദ്യുത പദ്ധതിക്ക് സാധ്യതയുണ്ട് എന്ന് റിപ്പോർട്ട് നൽകിയതാണ്. അവിടെ വീണ്ടും പാരിസ്ഥിതിക ആഘാത പഠനം നടത്തിക്കൊണ്ട് അവിടെ ജലവൈദ്യുത പദ്ധതി തുടങ്ങാൻ ആവശ്യമായ ഇടപെടൽ ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്ത് ഉണ്ടാകണമെന്നും എക്കോ ടൂറിസത്തിനും ഈ പ്രദേശം സാധ്യമാണ്. അതുപോലെ തന്നെ സ്വകാര്യ വ്യക്തികളുടെ സഹകരണത്തോടുകൂടി ആ രംഗത്തും തന്നെ ടൂറിസം പദ്ധതി നിയമാനുസൃതം കൂടിയാലോചനകൾ നടപ്പിലാക്കാൻ ജില്ലാ പഞ്ചായത്ത് മുന്നോട്ട് വരണം എന്നുള്ളതാണ് കൃത്യമായിക്കൊണ്ട് ചർച്ചയിൽ അവതരിപ്പിച്ചത്. കാർഷിക മേഖലയിൽ നീർത്തട പദ്ധതി, SSLC വിദ്യാർത്ഥികൾക്ക് പഠനം ഉറപ്പുവരുത്താനുള്ള ഇടപെടൽ, അലനല്ലൂർ ഡിവിഷനിൽ ഓപ്പൺ ജിം, വെള്ളിയാർപ്പുഴയിലും തോടുകളിലും മിനി ചെക്ക് ഡാം, മലയോര മേഖലയിൽ വന്യമൃഗ ആക്രമണം തടയാൻ ആധുനിക സംവിധാനത്തിൽ പുതിയ പദ്ധതി, വായനശാലകൾ, ക്ലബ്ബുകൾ എന്നിവയുടെ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട്, നെല്ല്, വാഴ കർഷകർക്ക് കൂടുതൽ സഹായം തുടങ്ങിയ ആവശ്യങ്ങളും അദ്ദേഹം ഉന്നയിച്ചിരുന്നു.
തൊഴിലവകാശങ്ങൾ ഇല്ലാതാക്കുന്ന തൊഴിൽ നയങ്ങൾ തിരുത്തണമെന്ന് ജോയിന്റ് കൗൺസിൽ പാലക്കാട് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. പ്രതിനിധി സമ്മേളനം CPI ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. 2 ദിവസങ്ങളിലായി പട്ടാമ്പിയിൽ വെച്ചാണ് ജോയിന്റ് കൗൺസിൽ പാലക്കാട് ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചത്. തൊഴിലാളികളെ ദ്രോഹിക്കുന്ന ഒട്ടനവധി തീരുമാനങ്ങൾ ഉൾക്കൊള്ളുന്ന തൊഴിൽ നിയമ ഭേദഗതി പിൻവലിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. ചിത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രതിനിധി സമ്മേളനം CPI ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. സിവിൽ സർവീസ് എന്ന ആ ഒരു സംവിധാനത്തിൽ മുഴുവൻ ജീവനക്കാരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരു സർക്കാർ എന്ന അഭിമാന ബോധ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ സമ്മേളനം നടത്തുന്നത്. ഈ 2026 നമ്മുടെ സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള ബഡ്ജറ്റിൽ ആവേശമായിരുന്നു. സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് വലിയ ആവേശത്തോടു കൂടി സ്നേഹത്തോടു കൂടി സ്വീകരിച്ച ഒരു ബഡ്ജറ്റാണ് നമ്മുടെ സർക്കാർ അവതരിപ്പിച്ചത്. അതിന് തൊട്ട് മുമ്പായി നമ്മുടെ ജീവനക്കാർക്ക് ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതും നമ്മുടെ സർക്കാരും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഒക്കെ തന്നെ അതിനെ നോക്കിക്കാണുന്നത് നമ്മുടെ സർക്കാരിൻ്റെ പ്രതിബദ്ധത ഏറ്റെടുത്ത കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ 10 വർഷക്കാലം നാം കേരളം നേരിട്ടിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളുണ്ട്. ആ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ തന്നെ തരണം ചെയ്തുകൊണ്ട് സർവീസ് മേഖലയിൽ നമ്മുടെ ജീവനക്കാരെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിലപാടുകൾ ഏറ്റവും അവസാനമായിട്ടെങ്കിലും ഈ പല കാര്യങ്ങളും നടപ്പിലാക്കി എന്നുള്ള വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ സമ്മേളനം നടക്കുന്നത്. MS അനിൽകുമാർ അധ്യക്ഷനായി. ജോയിന്റ് കൗൺസിൽ ജനറൽ സെക്രട്ടറി KP ഗോപകുമാർ സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി A അംജദ് ഖാൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ CK സന്തോഷ് കുമാർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. സംസ്ഥാന ട്രഷറർ MS സുഗൈദ കുമാരി, സംസ്ഥാന സെക്രട്ടറി നരേഷ് കുമാർ കുന്നിയൂർ, K മുകുന്ദൻ, VC ജയപ്രകാശ്, മുഹമ്മദ് ഷാഫി, ജയചന്ദ്രൻ R, മനോജ് കുമാർ, NN പ്രജിത, അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. സർവീസിൽ നിന്ന് വിരമിച്ച സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് CA ഈജുവിന് യാത്രയയപ്പ് നൽകി. പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. വാണിയംകുളം ചോറോട്ടൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കൊടിയേറ്റ് നടന്നു. മാർച്ച് 4 മുതൽ 9 വരെ വിപുലമായ പരിപാടികളോടെയാണ് താലപ്പൊലി മഹോത്സവം ആഘോഷിക്കുന്നത്. ക്ഷേത്രം തന്ത്രി മുണ്ടനാട്ട് മനക്കൽ പ്രമോദ് നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ് നടന്നത്. ആഘോഷങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ താലപ്പൊലി മഹോത്സവം മാർച്ച് 8 ഞായറാഴ്ചയാണ് നടക്കുന്നത്. ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും രാവിലെ ക്ഷേത്രത്തിൽ പറ വയ്ക്കുന്നതിനുള്ള സൗകര്യവും ഭക്തജനങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട്. വിവിധ ദിവസങ്ങളിലായി തിരുവാതിരക്കളി, ഡാൻസ് ഫെസ്റ്റ്, ബാലെ, നാടകം തുടങ്ങിയ കലാപരിപാടികളും താലപ്പൊലി മഹോത്സവത്തിന്റെ ഭാഗമായി അരങ്ങേറും. താലപ്പൊലി ദിവസമായ മാർച്ച് 8 രാവിലെ മുതൽ വിശേഷാൽ പൂജകളും മേളവും ഉണ്ടായിരിക്കും. വൈകിട്ട് 3:30 ഗജവീരന്മാരുടെ അകമ്പടിയോടെ പോഴത്ത മനക്കിൽ നിന്നും എഴുന്നള്ളിപ്പും പഞ്ചവാദ്യവും നടക്കും. രാത്രിയിൽ ഗാനമേളയും ഡബിൾ തായമ്പകയും ഉണ്ടാകും. മാർച്ച് 9 തിങ്കളാഴ്ച വൈകുന്നേരം നടക്കുന്ന വലിയാറാട്ടോടും കൊടിയിറക്കത്തോടും കൂടി ഉത്സവത്തിന് സമാപനമാകും. ഒറ്റപ്പാലം ചോറോട്ടൂർ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സിൽ കുഴഞ്ഞു വീണ യാത്രക്കാരന് ബസ് ജീവനക്കാരുടെയും സഹയാത്രികന്റെയും അവസരോചിത ഇടപെടലിൽ പുതുജീവൻ. തൃക്കങ്കോട് ചോറോട്ടൂർ സ്വദേശി 70-കാരനായ കുഞ്ഞനാണ് മരണത്തെ മുഖാമുഖം കണ്ട നിമിഷങ്ങളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. ബുധനാഴ്ച രാവിലെ 11:20 നാടിനെ മുൾമുനയിൽ നിർത്തിയ സംഭവം നടന്നത്. ചോറോട്ടൂരിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് വരികയായിരുന്ന മടത്തിൽ ബസ്സിൽ വെച്ചാണ് കുഞ്ഞന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. ബസ് യാത്ര തുടങ്ങി അല്പദൂരം പിന്നിട്ടതോടെ സഹയാത്രികനോട് സംസാരിച്ചു കൊണ്ടിരുന്ന അദ്ദേഹം പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു. ഈ സമയം തൊട്ടടുത്ത സീറ്റിലിരുന്ന മറ്റൊരു യാത്രക്കാരനായ രാമകൃഷ്ണൻ ഉടൻ ഇടപെടുകയും ബസ്സിനുള്ളിൽ വെച്ച് തന്നെ കുഞ്ഞന് CPR നൽകാൻ ആരംഭിക്കുകയും ചെയ്തു. ഹൃദയമിടിപ്പ് നിലച്ചു പോകാതെ കാത്ത ഈ പ്രവർത്തനം രോഗിയുടെ ജീവൻ നിലനിർത്തുന്നതിൽ നിർണായകമായി. യാത്രക്കാരൻ കുഴഞ്ഞു വീണ വിവരമറിഞ്ഞ ഉടൻ ബസ് ഡ്രൈവർ വാണിയംകുളം പനിയൂർ സ്വദേശി സുനിൽകുമാറും കണ്ടക്ടർ കോതയൂർ സ്വദേശി രതീഷും ഒട്ടും വൈകാതെ ബസ് ആശുപത്രിയിലേക്ക് തിരിക്കാൻ തീരുമാനിച്ചു. വഴിയിലുണ്ടായിരുന്ന 9ഓളം സ്റ്റോപ്പുകൾ ഒഴിവാക്കി ബസ് നേരെ കണ്ണീമ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കുതിക്കുകയായിരുന്നു. ആശുപത്രിയിലെത്തിച്ച ഉടൻ തന്നെ കുഞ്ഞനെ വെന്റിലേറ്ററിലേക്ക് മാറ്റി വിദഗ്ധ ചികിത്സ നൽകി. കൃത്യസമയത്ത് CPR നൽകിയതും ഒട്ടും വൈകാതെ ആശുപത്രിയിലെത്തിക്കാൻ കഴിഞ്ഞതുമാണ് രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ സഹായിച്ചതെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ഹൃദ്രോഗ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടായിരുന്ന കുഞ്ഞന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തെ വെന്റിലേറ്ററിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. വാണിയംകുളം പാവുക്കോണം സ്വദേശി ബൽറാമിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് മടത്തിൽ ബസ്. പ്രകാശ് തീപ്പെട്ടി കമ്പനിയുടെ അവിടെ വെച്ചിട്ട് ഒരാൾക്ക് വയ്യാണ്ടായി കുഴഞ്ഞു, വണ്ടിയിൽ കുഴഞ്ഞു പോയി.
അപ്പോൾ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ കൊടുക്കും. മഴയിൽ നിന്ന് നാളെടുക്കുന്നില്ല, ഡയറക്റ്റ് ഹോസ്പിറ്റലിലേക്ക് പോകണം. അതെ, ഹോസ്പിറ്റലിൽ കൊടുക്കും. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പാലിയേറ്റീവ് യൂണിറ്റായ സ്നേഹസ്പർശത്തിൻ്റെ വാർഷിക സമ്മേളനം നടത്തി. പാലിയേറ്റീവ് കുടുംബാംഗങ്ങൾ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. പ്രചോദക പ്രഭാഷകൻ ഗണേഷ് മുന്നൂർക്കോട് മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു. അവരുടെ സീറ്റിൽ കൊണ്ടുവരുന്നവരുടെ ആത്മാർത്ഥ സ്നേഹം കാണുമ്പോൾ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന വേട്ടം നിലയ്ക്ക് ഞാൻ ദേശീയക്കുള്ള അഭിമാനപ്പെടുന്നു. ഇത് ഒരു മാറ്റമാണ്. ഇത് സമൂഹത്തിന് ആവശ്യമായ ഒരു മാറ്റമാണ്. പ്രിയപ്പെട്ടവരെ, ഭിന്നശേഷി എന്ന് പറയുന്നത് അല്ലെങ്കിൽ വൈകല്യം എന്ന് പറയുന്നത് ഒരു കുറവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വൈകല്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭിന്നശേഷി എന്ന് പറയുന്നത് ഒരു കഴിവാണ്, ഒരവസരമാണ്. എന്തൊരു അവസരം? നമുക്ക് മുന്നിൽ തുറന്നിട്ടിരിക്കുന്ന വിശാലമായ ലോകത്തെ ദൈവം ഈ വീഴ്ചയിലേക്ക് എനിക്കും ഈ വീഴ്ചയിലേക്ക് നിങ്ങൾക്കും ഇവിടെ ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ അനുഭവിക്കുന്നതോ ഓരോരുത്തർക്കും തന്ന അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളാണ് ഇത് നമ്മുടെ ഏറ്റവും വലിയ ശക്തി. പ്രിയപ്പെട്ടവരെ, ഇതിന്റെ ഏറ്റവും വലിയ ശക്തി കഴിഞ്ഞ 20 വർഷമായിട്ടുള്ള ഈ വീഴ്ച ഞാൻ അനുഭവിച്ച വേദനകളാണ് ഇതിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ എ കെ ഷീലാദേവി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അശോക് കുമാർ, വൈസ് പ്രസിഡന്റ് ജ്യോതിവാസൻ, ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി സി ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി വി അനിത, വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ സി സുജിത്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ യഹിയ ബാബു, ഡോക്ടർ എസ് അനിജ, ഡോക്ടർ സംഗീത്, JHI പി ജയകൃഷ്ണൻ, കമ്മ്യൂണിറ്റി നഴ്സ് എ പി ജയന്തി, CDS ചെയർപേഴ്സൺ സൗമ്യ ടി എന്നിവർ സംസാരിച്ചു. ബഡ്സ് സ്കൂൾ കലോത്സവത്തിൽ വിജയികളായവരെയും പാലിയേറ്റീവ് സന്നദ്ധ പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി. ഒരുതരം മാത്രം പിടർന്നു ചെമ്മണി മുകുളമായി എൻ്റെ മുന്നിലിരുന്നു. ഒരുതരം മാത്രം പിടർന്നു ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ നോക്കാം. ചെർപ്പളശ്ശേരി നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ഇക്കോസെൻസ് വിദ്യാർത്ഥി ഹരിതസേന സ്കോളർഷിപ്പിന്റെ ഭാഗമായി ശുചിത്വ പഠനോത്സവം സംഘടിപ്പിച്ചു. തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകളും വിതരണം ചെയ്തു. വിദ്യാർത്ഥികളിൽ ശുചിത്വ അവബോധം സൃഷ്ടിക്കുന്നതിനും പരിസ്ഥിതി സൗഹൃദമായ മാലിന്യ നിർമ്മാർജ്ജന രീതികൾ അവലംബിക്കുന്നതിനും ജൈവ അജൈവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി നിർമ്മാർജ്ജനം ചെയ്യുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ ഇക്കോസെൻസ് സ്കോളർഷിപ്പ് വിതരണത്തിന് അർഹത നേടിയ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിയാണ് നഗരസഭ പഠനോത്സവം സംഘടിപ്പിച്ചത്. തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾ അവരവർ സ്കൂളുകളിൽ നടത്തിയ സ്കിറ്റ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കുകയും പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. വിദ്യാർത്ഥികൾക്ക് നഗരസഭ 1500 രൂപ സ്കോളർഷിപ്പും പ്രശംസാപത്രവും നൽകി ആദരിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭ വൈസ് ചെയർമാൻ സി ജയകൃഷ്ണൻ നിർവഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം സച്ചിദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി വി ടി പ്രിയ മുഖ്യപ്രഭാഷണം നടത്തി. ക്ലീൻ സിറ്റി മാനേജർ മനോജ് കുമാർ, കൗൺസിലർ ജ്യോതി, JHI ജയപ്രകാശ് എന്നിവരും പങ്കെടുത്തു സംസാരിച്ചു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതി സോഷ്യൽ ഓഡിറ്റ് സഭ സംഘടിപ്പിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തെ ആദ്യപാദ കാലയളവിലെ പ്രവൃത്തികളുടെ സോഷ്യൽ ഓഡിറ്റ് പ്രക്രിയയാണ് പൂർത്തീകരിച്ചത്. ക്ഷീരവികസന ഓഫീസർ ഡോക്ടർ MA ശ്യാമ അധ്യക്ഷയായി. ടി വാസുദേവൻ നിരീക്ഷകനായി. BPO ഷാനീർ ചർച്ചകൾ ക്രോഡീകരിച്ചു.
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രവീന്ദ്രൻ, വൈസ് പ്രസിഡന്റ് എം അരുണ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VC ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് അംഗം മണികണ്ഠൻ പാലാക്കുഴി, പഞ്ചായത്ത് സെക്രട്ടറി M ശിവശങ്കരൻ, ഓവർസിയർ T ശരത്ത്, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം, കിണർ കുത്താൻ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം. അങ്ങനെ കാലാവസ്ഥാടിസ്ഥാനപരമായിട്ട് നിങ്ങളുടെ വാർഡുകളിൽ എങ്ങനെ ഈ പരിപാടികൾ, ഇപ്പൊ നമ്മുടെ ആക്ഷൻ പ്ലാൻ പുതിയ ഉണ്ടാക്കിയല്ലോ, ലേബർ ബഡ്ജറ്റ് പുതിയ ഉണ്ടാക്കിയല്ലോ, അപ്പൊ അതൊന്ന് നിങ്ങളൊന്ന് ഇരുന്ന് ഇന്ന മാസങ്ങളിൽ ഇന്ന പ്രവൃത്തികളിലേക്ക് നമുക്ക് പോകാം എന്നുള്ളൊരു പ്ലാനിങ് നടത്തുകയാണെങ്കിൽ ആ ഒരു പ്രതിസന്ധി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറികടക്കാൻ കഴിയും. അതല്ലെങ്കിൽ ഉണ്ടാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു പണിയെടുത്ത് പോയി എന്നുള്ളതല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഇത് നീങ്ങൂല. നേരത്തെ പറഞ്ഞ പോലെ ഇവർ ഓഡിറ്റിൽ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും, നിങ്ങൾ ചെയ്ത പല പ്രവൃത്തികളും അവിടെ കാണൂല. LSS സ്കോളർഷിപ്പ് പരീക്ഷയിൽ പെരിന്തൽമണ്ണ ഉപജില്ലയിൽ ഉയർന്ന മാർക്ക് നേടി സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് തിരുവനന്തപുരത്തേക്ക് പഠനയാത്ര സംഘടിപ്പിച്ചു. തിരുവനന്തപുരം ISROയിൽ വിക്ഷേപണം നേരിൽ കാണാനും ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും അടിസ്ഥാന പാഠങ്ങൾ മനസ്സിലാക്കാനും വിദ്യാർത്ഥികൾക്ക് സാധിച്ചു. LSS സ്കോളർഷിപ്പ് പരീക്ഷയിൽ പെരിന്തൽമണ്ണ ഉപജില്ലയിൽ ഉയർന്ന മാർക്ക് നേടി സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുത്ത പ്രതിഭാധനരായ 10 വിദ്യാർത്ഥികൾക്കാണ് തിരുവനന്തപുരത്തേക്ക് പഠനയാത്ര സംഘടിപ്പിച്ചത്. സംസ്ഥാന സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായുള്ള ലിറ്റിൽ മാസ്റ്റേഴ്സ് പദ്ധതിയുടെ ഭാഗമായിരുന്നു യാത്ര. വിദ്യാർത്ഥികൾക്ക് തിരുവനന്തപുരം ISROയിൽ വിക്ഷേപണം നേരിൽ കാണാൻ അവസരം ലഭിച്ചു. ബഹിരാകാശ ശാസ്ത്രം, സാങ്കേതിക വിദ്യ എന്നിവയുടെ അടിസ്ഥാന പാഠങ്ങൾ മനസ്സിലാക്കാനും ശാസ്ത്രജ്ഞരുമായി സംവദിക്കാനും ISROയുടെ വിവിധ കേന്ദ്രങ്ങൾ സന്ദർശിക്കാനും കുട്ടികൾക്ക് അവസരം ലഭിച്ചു. വിദ്യാർത്ഥികൾക്ക് പുതുമയാർന്ന അനുഭവങ്ങൾ സമ്മാനിക്കാൻ ഈ പഠനയാത്ര കൊണ്ട് സാധിച്ചതായി ലിറ്റിൽ മാസ്റ്റേഴ്സ് കോർഡിനേറ്റർ ബിന്ദു പരിയാപുരത്ത് അഭിപ്രായപ്പെട്ടു. കേരള നിയമസഭ വിനോദസഞ്ചാര കേന്ദ്രവും മ്യൂസിയവും കുട്ടികൾ സന്ദർശിച്ചു. ആദ്യമായി തിരുവനന്തപുരത്തേക്ക് ട്രെയിൻ യാത്ര ചെയ്ത കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഈ യാത്ര മറക്കാനാവാത്ത യാത്രയായി. അധ്യാപകരായ ആൽബിൻ ജോർജ്, നിത്യ, മുരളി NP എന്നിവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി. ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തെയും പാഠപുസ്തകങ്ങളിൽ പഠിച്ച കാര്യങ്ങൾ തങ്ങളുടെ മക്കൾക്ക് നേരിട്ട് കാണാനും അവസരം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് പഠനയാത്രയിൽ പങ്കെടുത്ത രക്ഷിതാക്കൾ പറഞ്ഞു. ഏലംകുളം NSS കരയോഗം കുടുംബസംഗമം നടത്തി. വിളംബര ഘോഷയാത്ര, സാംസ്കാരിക സമ്മേളനം എന്നിവ ഉണ്ടായി. സിനിമ സീരിയൽ അഭിനേതാവ് അനീഷ് രവി ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് രാജഗോപാലൻ അധ്യക്ഷനായി. RA ഹരിദാസ് മുഖ്യപ്രഭാഷണം നടത്തി. മറ്റ് ഭാരവാഹികളും സംസാരിച്ചു. വിവിധ കലാപരിപാടികൾ, ഗാനമേള എന്നിവയും ഉണ്ടായി. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട് CPM വിമത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് മുൻ MLA PK ശശി. ജില്ലാ സെക്രട്ടറിക്കെതിരെ രൂക്ഷ വിമർശനം. കള്ള് കച്ചവടക്കാരൻ പാർട്ടിയെ നയിക്കുന്നെന്ന് ശശി. ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി CPM ജില്ലാ കമ്മിറ്റി. UDF അധികാരത്തിൽ വന്നാൽ പെരിന്തൽമണ്ണയിലെയും മങ്ങാടിപ്പുറത്തെയും ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ഒരാടപാലം മാനത്തുമംഗലം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുമെന്ന് നജീബ് കാന്തപുരം MLA. നവീകരണം മുടങ്ങിയ പുലാമന്തോൾ മേലാറ്റൂർ റോഡിന്റെ പ്രവൃത്തികൾ പുതിയ പദ്ധതി പ്രകാരം പൂർത്തിയാക്കുമെന്നും MLA. ഭവന നിർമ്മാണത്തിനും കാർഷിക മേഖലയ്ക്കും ഊന്നൽ നൽകി കുലുക്കല്ലൂർ പഞ്ചായത്തിന്റെ 2026-2027 വർഷത്തെ ബജറ്റ്. മപ്പാട്ടുകര തടയണ കേന്ദ്രീകരിച്ച് വൻകിട ജലസേചന പദ്ധതി നടപ്പാക്കാൻ ബജറ്റിൽ 4.5 കോടി. പ്രതിപക്ഷാംഗങ്ങളുടെ വിയോജിപ്പോടെ പെരിന്തൽമണ്ണ നഗരസഭയുടെ 2026-2027 വർഷത്തെ ബജറ്റ് പാസാക്കി. കഴിഞ്ഞ LDF ഭരണസമിതി കൊണ്ടുവന്ന അതേ പദ്ധതികളാണ് ബജറ്റിലുള്ളതെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ. ബൈപ്പാസ് ഇന്നോവേഷൻ ഉൾപ്പെടെ പുതിയ പദ്ധതി ഒട്ടേറെയെന്ന് ഭരണപക്ഷം. സംസ്ഥാനത്ത് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ തുടങ്ങി. SSLC പരീക്ഷ എഴുതുന്നത് 4.17 ലക്ഷം വിദ്യാർത്ഥികൾ. യുദ്ധ സാഹചര്യത്തിൽ ഗൾഫിലെ പരീക്ഷകളിൽ മാറ്റം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.